എപ്പിസോഡ് 488 ഹാപ്പി ഫാമിലി. സിദ്ധാർത്ഥ് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് പ്രിയങ്കയെ വിളിച്ചു നോക്കി. പക്ഷേ അവളുടെ ഫോണിൽ റിങ് പോകുന്നുണ്ടായിരുന്നില്ല. അവൻ ഉടനെ ഒരു മെസ്സേജ് അയച്ചു വിട്ടു. നീലിമ അപ്പോൾ പറഞ്ഞു, കുഞ്ഞിനെ അച്ഛനെ കാണിച്ചിട്ട് വരൂ. സിദ്ധാർത്ഥ് ഉടനെ കുഞ്ഞിനെയും കൊണ്ട് ലേബർ റൂമിൻ്റെ വാതിലിൻ്റെ അരികിൽ ചെന്നു. വിശ്വനാഥൻ വളരെ സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നെ പോലെ തന്നെ ഉണ്ട്. അച്ഛൻ്റെ സന്തോഷം കണ്ടപ്പോൾ സിദ്ധാർത്ഥിനും വളരെയധികം അഭിമാനം തോന്നി. വീണ്ടും ഒരു മുത്തശ്ശനായ ഒരു സന്തോഷത്തിലായിരുന്നു വിശ്വനാഥൻ. അപ്പോൾ അയാൾക്ക് കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ തോന്നിയില്ല. സൂര്യയും കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്തും സന്തോഷം പ്രകടമായിരുന്നു. കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കാതെ തരുമില്ലായിരുന്നു. അതുകൊണ്ട് നേഴ്സ് വന്ന് ചോദിച്ചപ്പോൾ വിശ്വനാഥൻ സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ തന്നെ തിരികെ കൊടുത്തു. സിദ്ധാർത്ഥ് കുഞ്ഞിനെയും കൊണ്ട് തിരികെ നീലിമയുടെ അരികിലേക്ക് പോയപ്പോൾ വിശ്വനാഥൻ അവിടെ നിന്ന് സൂര്യയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യാൻ മധുരം വാങ്ങാനാണ് അയാൾ പോയിരുന്നത്. ലേബർ മുറിയിൽ നിന്ന് നീലിമയെ പിന്നീട് ഒരു വാർഡിലേക്ക് മാറ്റി. അപ്പോഴെല്ലാം മല്ലികയ്ക്ക് ഓക്കെ ആയിരുന്നു. മല്ലിക നീലിമയ്ക്ക് അരികിലുള്ള ഒരു ബെഡിൽ കൊണ്ട് കിടത്തിയിരുന്നു. മല്ലിക നീലിമയുടെ കുഞ്ഞിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത്തരമൊക്കെ അനുഭവിച്ചതല്ലേ, അതിൻ്റെ ദൈവം നിനക്ക് തന്നത് ഈ മോനെ. നിനക്കിനി നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ മോളെ. മല്ലിക പറഞ്ഞത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ വളരെയധികം സമാധാനത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. അവൾ കുഞ്ഞിനെ തന്നോട് ചേർത്ത് വെച്ചു. അവൾ ഒരു പേര് ഇടണമെന്ന് സിദ്ധാർത്ഥിനോട് അവൾ ചോദിച്ചു. എന്തു പേരാ നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ളത്? സിദ്ധാർത്ഥ് അപ്പോൾ പറഞ്ഞു, പേര് നീ തന്നെ തീരുമാനിക്കുക. എനിക്കങ്ങനെ പേരിടാനൊന്നും അറിയില്ല. മാത്രമല്ല ഒട്ടും മനസ്സമാധാനമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് സത്യത്തിൽ ശ്വാസം നേരെ വീണത്. അശ്വിൻ്റെ ജനനം എനിക്ക് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. എങ്കിലും ഈ അനുഭവം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ജനിച്ച വീണിപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ പറ്റിയല്ലോ. ഞാനിപ്പോൾ ഹാപ്പിയാണ്. അവൻ നീലിമയുടെ കൈകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നീലിമ സന്തോഷത്തോടെ അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ കുഞ്ഞിനെ ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. നീലിമ പറഞ്ഞു. എന്തു പേരാണ് അവൾ കണ്ടുവച്ചതെന്നറിയാൻ സിദ്ധാർത്ഥും മല്ലികയും അവളെ നോക്കി. ആരവ് വിശ്വനാഥ്. അശ്വിൻ്റെ പേരിനോട് വളരെ സാമ്യമുള്ള പേരായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് അപ്പോൾ പറഞ്ഞു, ഇവനെ നമ്മൾക്ക് അപ്പു എന്ന് വിളിക്കാം. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് സന്തോഷം തോന്നി. മല്ലികയും നീലിമയും പിന്നീട് ഭക്ഷണം കഴിക്കുകയും മറ്റും ചെയ്തു. നീലിമയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം അവൾ കുറച്ച് മയങ്ങിപ്പോയി. അപ്പോഴെല്ലാം ആ വാർഡിന് പുറത്ത് സൂര്യയും വിശ്വനാഥനും അവർക്ക് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭൈരവിൻ്റെ ആളുകൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന ഭയം സിദ്ധാർത്ഥിന് വിട്ടുമാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും ഹോസ്പിറ്റലിൽ തന്നെയാണ് ചിലവഴിച്ചത്. പ്രിയങ്ക അശ്വിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നു. പ്രിയങ്ക വന്ന ഉടനെ നീലിമയെ കാണാനായി മുറിയിലേക്ക് ചെന്നു. സൂര്യ അവൾക്ക് ഫോട്ടോകളെല്ലാം അയച്ചു കൊടുത്തിരുന്നത് കൊണ്ട് കുഞ്ഞിനെ അവൾ മുൻപേ കണ്ടിരുന്നു. എന്നിരുന്നാലും അവൾക്ക് കുഞ്ഞിനെ നേരിട്ട് കാണാതെ സമാധാനം കിട്ടില്ല എന്നൊരവസ്ഥയിലായിരുന്നു. അവൾ നീലിമ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് കുഞ്ഞിനെ എടുത്ത് അല്പസമയം കൊഞ്ചിച്ചു. ശേഷം അവൾക്ക് മുറിക്ക് പിറകിൽ ചെന്നിരുന്നു. അശ്വിൻ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്നു. സിദ്ധാർത്ഥിൻ്റെ ഒപ്പമാണ് അശ്വിൻ നീലിമയുടെ അരികിൽ ചെന്നത്. ആ സമയം നീലിമ കണ്ണു തുറന്നിരുന്നു. പിന്നീട് പ്രിയങ്കയും അവർക്ക് അരികിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് നീലിമയോട് പറഞ്ഞു, ഞാൻ ഒരുപാട് നേരമായി വന്നിട്ട് മേഡം ഉണർന്ന ശേഷം പോവാ എന്ന് കരുതി. കുഞ്ഞിനെ കണ്ടു, സ്വർണ്ണ പോലെ തന്നെ ഉണ്ട്. അവൾ പറഞ്ഞത് കേട്ട് നീലിമ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇന്നലെ രാത്രി വീട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റി. ഇന്നുകൂടി നീ അശ്വിൻ്റെ കൂടെ നിൽക്കാമോ? അവനെ ഹോസ്പിറ്റലിൽ നിർത്താൻ സാധിക്കില്ല. മല്ലികാമ്മയ്ക്ക് ഇന്ന് പോകാനും കഴിയില്ല. അതുകൊണ്ടാ. അത് കേട്ടപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഉറപ്പായും അശ്വിനെ ഞാൻ നോക്കിക്കോളാം. അവൾ പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് വളരെ ആശ്വാസത്തോടെ അവളെ നോക്കി. അപ്പോൾ അശ്വിൻ കുഞ്ഞിനെ നോക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത അതിശയം ഉണ്ടായിരുന്നു. തനിക്ക് ഒരു അനിയൻ ജനിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചപ്പോൾ അവന് സന്തോഷം തോന്നി. അവൻ കുഞ്ഞിന് പേര് വിളിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് അവനോട് വന്നപ്പോൾ തന്നെ കുഞ്ഞിന് പേരും മറ്റും പറഞ്ഞു കൊടുത്തിരുന്നു. അവൻ അപ്പു എന്നാണ് കുഞ്ഞിനെ വിളിച്ചത്. അവൻ അനിയനാണ് വേണ്ടിയിരുന്നത് മുൻപേ അവൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അനിയൻ ജനിച്ചതിൽ അവന് വളരെയധികം സന്തോഷം തോന്നി. താനിപ്പോൾ വലിയ കുട്ടിയായിരിക്കുന്നു എന്ന് അശ്വിൻ ചിന്തിച്ചു. മല്ലികയും നീലിമയും രാത്രി എവിടെയായിരുന്നു ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും അവർക്കെന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് അശ്വിൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മല്ലികയോട് ചോദിച്ചു, മുത്തശ്ശിക്ക് സുഖമാണോ? അവൻ തൻ്റെ അരികിൽ വന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ മല്ലിക അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശിക്ക് സുഖമാണല്ലോ. മോന് സുഖമല്ലേ? അശ്വിനെ ചുംബിച്ചുകൊണ്ടാണ് മല്ലിക അത് പറഞ്ഞത്. അപ്പോൾ സുഖാണെന്ന് തലയാട്ടി. അവൻ സത്യത്തിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞുവാവ കൂടി വന്നിരിക്കുന്നു എന്ന സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. നീലിമയും അത് ശ്രദ്ധിച്ചു. അവന് അമ്മയുടെ ആരോഗ്യത്തെപ്പറ്റിയും ആശങ്കയുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അച്ചു നല്ല കുട്ടിയായി വീട്ടിലിരിക്കണം കേട്ടോ. അമ്മ ഉടനെ അങ്ങ് വരും. അത് കേട്ടപ്പോൾ അശ്വിൻ പറഞ്ഞു, ഞാൻ കുഞ്ഞുവാവയെ വീട്ടിലേക്ക് പോവില്ല. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ഹോസ്പിറ്റലിൽ അവനെ നിൽക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും ഉടനെ ഒന്നും കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് അവൻ വീട്ടിലേക്ക് മാറി
മടങ്ങി പോവില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവന് കുഞ്ഞിനോട് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അശ്വിൻ കുഞ്ഞിനോട് തന്നെ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. കുഞ്ഞാണെങ്കിൽ അശ്വിനെ നോക്കിക്കൊണ്ട് ചിരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം ദൃഢമാവുന്നത് കണ്ട് സിദ്ധാർത്ഥും നീലിമയും സന്തോഷത്തോടെ ചിരിച്ചു. അശ്വിനെ വേദനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകേണ്ടതില്ലെന്ന് ചിന്തിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, തൽക്കാലം അവൻ ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ രാത്രി തിരികെ പോയിക്കോളാം. അവൾ പറയുന്നത് ശരിയാണെന്ന് സിദ്ധാർത്ഥിനും തോന്നി. അതുകൊണ്ട് തന്നെ അവളും അശ്വിനും തിരികെ അയക്കാൻ വേണ്ടി ധൃതി കൂട്ടിയില്ല. മല്ലികയ്ക്കൊപ്പം അവരുടെ ബെഡിലിരുന്ന് അശ്വിൻ കുഞ്ഞിനൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥിന്റെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. എന്നിരുന്നാലും സിദ്ധാർത്ഥ് ഇപ്പോൾ വളരെയധികം കരുതലോടെയാണ് നിന്നത്. തൻ്റെ അമ്മ ഇപ്പോൾ നീലിമ പ്രസവിച്ചത് അറിഞ്ഞു കാണുമെന്നും അവർ ഇനി ശ്രമിക്കാൻ പോകുന്നത് തൻ്റെ കുഞ്ഞിന് തന്നിൽ നിന്ന് എങ്ങനെ പിരിക്കാനും മറ്റും ആയിരിക്കുമെന്ന് അവന് തോന്നി. തൻ്റെ കുഞ്ഞിനെയും നീലിമയെയും പിരിക്കുന്ന കാര്യം അവന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അവന് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ ഓഫീസിലേക്ക് മടങ്ങാൻ പോലും തോന്നാതെ ഇരുന്നതിൻ്റെ പ്രധാന കാരണം അതുതന്നെയായിരുന്നു. അവൻ വാർഡർ നീലിമയെ ശ്രദ്ധിക്കാനായി 2 സെക്യൂരിറ്റി ഗാർഡുകളെ നിയമിച്ചിരുന്നു. അവർ പുറത്ത് ജാഗരൂകരായി നടന്നുകൊണ്ടിരുന്നു. അവിടെ അപരിചിതനും മറ്റും കയറി വരുന്നുണ്ടായിരുന്നു. അത് അപകടകരമാണെന്ന് സിദ്ധാർത്ഥ് നീലിമയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കുറച്ചു സമയം നിർബന്ധമായും ആ വാർഡിൽ തുടരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് അവർക്ക് അവിടെ നിന്ന് മാറാൻ സാധിച്ചത്. ആ മുറിയിൽ പരിചയമില്ലാത്ത ഒരാളെയും സെക്യൂരിറ്റി ഗാർഡുകൾ കയറ്റിവിട്ടിരുന്നില്ല. ഡോക്ടർമാരും നഴ്സുമാരും മാത്രമാണ് അകത്തോട്ട് പ്രവേശിച്ചിരുന്നത്. പ്രിയങ്കയും മല്ലികയും അശ്വിനും നീലിമയുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഏരിയയിലുള്ള ചെയറിൽ സിദ്ധാർത്ഥും വിശ്വനാഥനും സൂര്യയും ഇരുന്നു. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നതുകൊണ്ട് ഭൈരവ് വളരെയധികം അസ്വസ്ഥതയാണെന്ന് അവർക്കെല്ലാം വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കുഞ്ഞിൻ്റെയും നീലിമയുടെയും സുരക്ഷയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മാസ്ക് വെച്ച ഒരാൾ ആ ഭാഗത്ത് നടന്നു വന്നുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. മാസ്ക് ധരിച്ച ആൾ നീലിമ കിടക്കുന്ന മുറിൻ്റെ സൈഡിലാണ് നടക്കുന്നത് എന്നറിഞ്ഞപ്പോൾ സൂര്യ അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അയാൾ ഒരു നഴ്സിൻ്റെ വേഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും എന്തോ പന്തികേടുള്ളതുപോലെ സൂര്യയ്ക്ക് തോന്നി. സൂര്യ നീലിമയുടെ മുറിക്ക് മുന്നിൽ നിൽക്കുന്ന ആ മാസ്ക് ധരിച്ചിരിക്കുന്ന ആളെ തന്നെ ശ്രദ്ധിച്ചു. പക്ഷേ അവൻ കരുതിയതുപോലെ അയാൾ കുഴപ്പക്കാരനൊന്നും ആയിരുന്നില്ല. മറ്റേതോ വാർഡിലേക്ക് പോകുന്ന ആള് വഴിതെറ്റി ഇങ്ങോട്ട് വന്നതായിരുന്നു. പിന്നീട് നീലിമയും മല്ലികയും കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങി. സിദ്ധാർത്ഥിൻ്റെയും സൂര്യൻ്റെയും പ്രിയങ്കയുടെയും വിശ്വനാഥിൻ്റെയും എല്ലാം ഒപ്പമാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലെത്തിയ ഉടനെ നീലിമയും കുഞ്ഞിനെയും അവരുടെ മുറിയിൽ ചെന്നാക്കിയ ശേഷം പ്രിയങ്കയും സൂര്യയും വിശ്വനാഥനും അവിടെ നിന്ന് തിരികെ പോയി. കുഞ്ഞിന് കിടക്കാൻ കൊടുക്കാനുള്ള ചെറിയ തൊട്ടിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടു പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അശ്വിൻ കുഞ്ഞിനെ അതിലിരുത്തിക്കൊണ്ട് ഓരോ മുറികളും കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നു. അശ്വിൻ്റെ മുറിയും അവൻ കളിക്കുന്നിടങ്ങളും എല്ലാം തൻ്റെ അനുജന് കാണിക്കുക എന്നത് അശ്വിനെ സംബന്ധിച്ച് വളരെയധികം അഭിമാനമുള്ളതായിരുന്നു. അവൻ അതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നത് നീലിമയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ തടയാനും മുതിർന്നില്ല. അശ്വിൻ മുറികളിലെല്ലാം ഭാവിയും കൊണ്ട് നടന്നു. പിന്നീട് അമ്മയുടെ കിടക്കയിൽ അവനെ കൊണ്ട് കിടത്തി. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഡാഡി, ഭാവിക്ക് വേണ്ടി നമ്മൾക്കൊരു മുറി സെറ്റാക്കണം, അവന് കളിക്കാനുള്ളതെല്ലാം ഒരുക്കണം. അശ്വിൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് നല്ലൊരാശയമായി സിദ്ധാർത്ഥിനും തോന്നി. സിദ്ധാർത്ഥ് അശ്വിനെയും കൂട്ടി അവിടെ നിന്ന് ഉടനെ പുറത്തേക്ക് പോയി. ഉച്ച കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത്. അവൻ തിരിച്ചു വരുമ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളും മറ്റും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അശ്വിൻ്റെ മുറിക്കപ്പുറം ഒരു കുഞ്ഞു മുറി ഉണ്ടായിരുന്നു. ആ മുറിയിൽ കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് ചെന്ന് വെച്ച് ആ മുറി കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ശേഷം സിദ്ധാർത്ഥ് അവിടെ അശ്വിന് വേണ്ടി ഒരു ബെഡും കുഞ്ഞിന് വേണ്ടി ഒരു തൊട്ടിയും സെറ്റ് ചെയ്തിരുന്നു. അത് അശ്വിനെ വളരെയധികം സന്തോഷിപ്പിച്ചു. തനിക്കും അനിയനും ഒരുമിച്ച് താമസിക്കാൻ സ്വന്തമായി ഒരു മുറി ഉണ്ടെന്ന് ഓർത്തപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. അതിനപ്പുറം തന്നെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെയും നീലിമയുടെയും ബെഡ്റൂം. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനും സാധിക്കും. ഭാവ തീരെ ചെറുതായതുകൊണ്ട് അവൻ ഇപ്പോൾ തനിയെ കളിക്കാനൊന്നും സാധിക്കില്ലെന്നും മുഴുവൻ സമയവും അമ്മയുടെ കൂടെ തന്നെ ചെലവഴിക്കണം എന്നും അശ്വിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കളിപ്പാട്ടങ്ങളൊന്നും കേടുവരുത്താതെ ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥ് വലിയ വിലപിടിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ മുറി ഒരുക്കിയിരുന്നത്. മുറിയിലെ കബോർഡുകളിലെല്ലാം അവൻ ടെഡി ബിയറും മറ്റു കളിപ്പാട്ടങ്ങളെല്ലാം ഒരുക്കി വെക്കുകയും കുറച്ച് LED ബൾബുകൾ കൊണ്ട് മുറി പ്രകാശപൂരിതമാക്കുകയും ചെയ്തു. പിന്നീട് ബലൂണും മറ്റും ചെയ്ത് അലങ്കരിച്ച ശേഷം മുറിയിൽ അശ്വിൻ ഒരു പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റഡി ടേബിളും ഒരു സോഫയും കുറച്ച് പുസ്തകങ്ങളെല്ലാം വെച്ചു. ആരവന് പകൽ സമയങ്ങളിൽ അശ്വിൻ്റെ ഒപ്പം ചെലവഴിക്കാനും രണ്ടുപേരും അല്പം മുതിരുന്നതുവരെ ഒരുമിച്ച് താമസിക്കാനും വേണ്ടിയാണ് സിദ്ധാർത്ഥ് അവർക്കായി ആ മുറി ഒരുക്കിയത്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത ശേഷം അശ്വിനെയും കുഞ്ഞു ആരവനെയും കൂട്ടി സിദ്ധാർത്ഥ് മുറി ചെന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് ഇനി നിങ്ങളുടെ മുറി. ഡാഡി പറയുന്നത് കേൾക്കുന്നുണ്ടോ? സിദ്ധാർത്ഥ് ആരവനോട് ചോദിച്ചു. നീലിമയ്ക്ക് അത് കേട്ട് സന്തോഷം തോന്നി. ഡാഡി പറയുന്നത് അവൻ കേൾക്കാതെ ഇരിക്കുകയൊന്നുമില്ല, അവൻ നിങ്ങളുടെ ശബ്ദം എപ്പോഴും കേൾക്കുന്നതല്ലേ. അവൾ ചിരിയോട് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിച്ചു. നീ ഈയിടെയായി കോമഡിയൊക്കെ പറയുന്നുണ്ട്.
ആ പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. രാത്രി ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ വരും, കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കണം. സിദ്ധാർത്ഥ് പറയുന്നത് കേട്ട് നീലിമ വളരെയധികം സന്തോഷത്തിൽ അവനെ നോക്കി. അവളുടെ വളരെ കാലമായുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്തരത്തിൽ ഒരു ബേബി ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നത്. അശ്വിനി പ്രസവ സമയത്ത് അവൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അവൾ ആ സമയത്ത് തനിച്ചുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല. വിശ്രമിക്കാൻ പോലും സമയമില്ലാതെയാണ് അവൾ ജോലിക്ക് പോയിരുന്നത്. ഫോട്ടോഷൂട്ടിൻ്റെ കാര്യമൊന്നും അന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല. അതെല്ലാം ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമം തോന്നിയെങ്കിലും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അവൾ പഴയതെല്ലാം മറക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് അറിയുന്നത് പോലും തനിക്കിനി സാധിക്കില്ലെന്ന് എഴുതിയത് സിദ്ധാർത്ഥ് അവൾക്ക് പുതിയൊരു ലോകം കാണിച്ചു കൊടുത്തത് അവനോടുള്ള കടപ്പാടും നന്ദിയും ഒരിക്കലും തീരില്ലെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂടെയുള്ളപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്ന് അറിയാമോ? നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിൻ്റെ കണ്ണു നിറഞ്ഞു. അവളെ പോലെയുള്ള ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ വരുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. അതുമാത്രമല്ല, അവൻ തൻ്റെ ജീവിതത്തിൽ വിവാഹം ഉണ്ടാകുമെന്ന് പോലും കരുതിയിരുന്നില്ല. പക്ഷേ ഇന്ന് നീലിമയും തൻ്റെ മക്കളും തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ചിന്തിക്കുമ്പോൾ അവന് അഭിമാനം തോന്നുന്നു. സിംഗിളായി നടന്നിരുന്ന തന്നെ എത്ര പെട്ടെന്നാണ് അവൾ കുടുംബസ്ഥനാക്കി മാറ്റിയതെന്ന് അവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. അങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ അനിവാര്യമായത് ശേഷമാണ് അവൾ നീലിമയെ തൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കുന്നത്. അത് വളരെ നല്ല തീരുമാനമാണെന്ന് അവൻ ഇപ്പോൾ തോന്നി. ആ തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. അന്ന് വൈകുന്നേരം വിശ്വനാഥൻ പേരക്കുട്ടിയെ കാണാൻ വീണ്ടും വീട്ടിലോട്ട് വന്നു. അയാളെ നീലിമ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. കാരണം വിശ്വനാഥൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകാതെ മല്ലികയ്ക്കൊപ്പം രക്ഷപ്പെടാൻ സാധിച്ചത്. അതെല്ലാം ഓർത്തപ്പോൾ അവൾക്ക് അയാളോടുള്ള ബഹുമാനം വർദ്ധിച്ചു. ഗീതയോടുള്ള ദേഷ്യം മാത്രമാണ് അവൾക്ക് വിശ്വനാഥനോടും ദേഷ്യം തോന്നിയിരുന്നത്. അവൾ കുഞ്ഞിനെ വിശ്വനാഥൻ്റെ അരികിൽ എത്തിച്ച ശേഷം അടുക്കളയിലേക്ക് പോയി. നീലിമ ജോലിയൊന്നും ചെയ്യാൻ ആരംഭിച്ചിരുന്നില്ല. കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ മറ്റുമാണ് നീലിമ നോക്കിയിരുന്നത്. മല്ലികയാണെങ്കിൽ കുറച്ചു ദിവസം വിശ്രമത്തിലുമായിരുന്നു. പക്ഷേ നീലിമയ്ക്ക് വേണ്ട പോഷകാഹാരങ്ങളും എല്ലാം അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും മല്ലിക തന്നെയായിരുന്നു. അതിന് വിശ്രമമൊന്നും അവർക്ക് തടസ്സമായി തോന്നിയില്ല. വിശ്വനാഥൻ വന്നപ്പോൾ മല്ലിക അവരെ കാണാനായിട്ട് പുറത്തോട്ട് വന്നു. മല്ലിക വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് വിശ്വനാഥന് തോന്നി. ഗീതയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ അവരെല്ലാവരും എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിക്കുന്നതാണെന്നും അറിയില്ല. അയാൾക്ക് സത്യത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ ഭയമുണ്ടായിരുന്നു. നേരത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗീത ഉണ്ടായിരുന്നില്ല. എങ്കിലും താൻ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഗീത ഉണ്ടാകുമോ എന്ന് അയാൾക്ക് പേടി തോന്നി. മല്ലികയെ താൻ രക്ഷിക്കാൻ ശ്രമിച്ച കാര്യം ഭൈരവ് ഉറപ്പായും അവളോട് പറഞ്ഞു കാണുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് ഗീതയെ എങ്ങനെയാണ് അതിന് പ്രതികരിക്കാൻ പോകുന്നതെന്ന് അറിയാതെ വിശ്വനാഥൻ ഭയന്നു.